ഹലോ ഹായ് നമസ്കാരം. ഒരു സിനിമ കണ്ടു പുറത്തിറങ്ങി. പക്ഷെ പോയിട്ട് കുറച്ച് അത്യാവശ്യം പരിപാടികളുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കാറിലിരുന്ന് തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. സിനിമയുടെ പേര് ഗോളം എന്നാണ്. ഗോളം കൊള്ളാം എന്നാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത്. സിനിമ ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില സിനിമകളുണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ ദി ബെസ്റ്റ് തിയേറ്ററിൽ പോയിട്ടൊരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാൻ തോന്നിയില്ലെങ്കിൽ പോലും നല്ല രസമുണ്ട്. അവരത് ചെയ്തേക്കുന്നത് നല്ല നീറ്റായിട്ടാണ്. ഇനി അവർ ഒന്നുകൂടി ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ, നല്ല ബഡ്ജറ്റ് കിട്ടുകയാണെങ്കിൽ, കൂടുതൽ താരങ്ങളെ കിട്ടുകയാണെങ്കിൽ അവരൊരു ഗംഭീര സിനിമ ഉണ്ടാക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ലേ? ആ രീതിയിലുള്ള ഒരു സിനിമയാണ് ഗോളം എന്ന് പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് സജീവാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൈക്ക് അതുപോലെ ഖൽബ് തുടങ്ങിയിട്ടുള്ള സിനിമകളിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അഭിനേതാവാണ്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് എത്തുന്നു. സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അവരൊരു ഓഫീസ് കാണിക്കുന്നുണ്ട്. ആ ഓഫീസ് എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസ് ആംബിയൻസ് ഉണ്ടല്ലോ, ആ ആംബിയൻസ് വളരെ ഗംഭീരമായിട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഓഫീസ്, ആളുകൾ വരുന്നു, പലതരം ക്യാരക്ടേഴ്സ്, ആ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ചായ കൊണ്ടുവരുന്ന ചേച്ചി, അങ്ങനെ തുടങ്ങി ഞാനിരുന്ന ഒരു ഓഫീസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന അത്രയും ഒറിജിനലായിട്ട് ഒരു ഓഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ചില സിനിമകളിൽ കുറേ ഓവറാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില സിനിമകളിൽ ഒരു ഓഫീസ് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ചെയ്തു വെച്ചാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇത് പക്ഷേ ഒരു പെർഫെക്റ്റ് സ്കെയിലുള്ള ഒരു ഓഫീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ചെയ്തത്. ആൻഡ് അവിടെ വെച്ചിട്ട് ഒരു മരണം ഉണ്ടാവുകയാണ്. ഒരാൾക്കും, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു മരണം ഉണ്ടാകുന്നു. ആ മരണത്തെ അന്വേഷിക്കാൻ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പ്രതിയെ പിടിക്കുമോ, കേസ് ചുരുളഴിക്കുമോ, അതെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നൊക്കെയാണ് സിനിമ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിലൊന്നും സ്പോയിലർ ഇല്ല. കുറച്ചും കൂടി പേസ് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഹാഫ് അങ്ങ് എൻഡ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കും സംഭവം എന്നറിയാനുള്ളൊരു ആകാംക്ഷ നമ്മളിലുണ്ടാവും. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവരൊരു വലിയ സംഭവമാണ് നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു സംഭവമാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അതിനെ ന്യായീകരിക്കാനുള്ള കഥയും കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. ആൻഡ് ആ ക്രൈം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സംഭവങ്ങളൊക്കെ ചുരുളഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇതുവരെ ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ വരുന്നത്. അതിനെ ഒട്ടും ബോറാക്കാതെ അവതരിപ്പിച്ചു. വിഷ്വലി സംഭവം നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മ്യൂസിക് സംഭവങ്ങളൊക്കെ കുറേയൊക്കെ സ്ഥിരമായി അവിടെ ഇവിടെയും കേൾക്കുന്ന എലമെൻറ്റ്സ് കേട്ടെങ്കിലും സംഭവം ഈ സിനിമയ്ക്ക് ആ ഒരു ഫീല് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിൽ നല്ല മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സൗണ്ടിങ് നല്ല രസമുണ്ടായിരുന്നു. ആ ഡയലോഗ് ഡെലിവറി, അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അതൊക്കെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ പെർഫോമൻസുകൾ, ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന. ഇപ്പോൾ നായകനായിട്ട് ഒരാളുണ്ട് എന്ന് പറയുമ്പോഴും നായകനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നൊരു സ്ഥിരം പരിപാടിയൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്. ഈ സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളുടെയും മുഖം നമുക്ക് ഓർമ്മയുണ്ടാവും. മിക്കവാറും സംഭവിക്കാമെന്ന് പറഞ്ഞാൽ മെയിൻ ആർട്ടിസ്റ്റുകളെ കഴിഞ്ഞാൽ പിന്നെ ആരെയും നമുക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവില്ലല്ലോ. പക്ഷേ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിൽ നിൽക്കും. അവരുടെ എക്സ്പ്രഷൻസ്, അതിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന രീതി, നമ്മളിലേക്ക് അത് എത്തിച്ചിരിക്കുന്ന രീതി, അതൊക്കെയും കൊണ്ട് നമ്മുടെ ഉള്ളിൽ കഥാപാത്രങ്ങൾ, അവരുടെ മുഖങ്ങളും ഒക്കെ ഉണ്ട്. ആകെ മൊത്തത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദി ബെസ്റ്റ് മസ്റ്റ് വാച്ച്, ഓടിപ്പോയി കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിടേണ്ട സിനിമയാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ പറയുമ്പോൾ നല്ലൊരു അറ്റംപ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതിനെ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് തമിഴിലൊക്കെയാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ, തമിഴിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട് മച്ചാനെ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് പറയുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സിനിമയാണിത്. കൊള്ളാം, എനിക്ക് തൃപ്തിയായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുക, ഇറങ്ങിപ്പോണമല്ലോ എന്ന് വിചാരിക്കുക, ബോറടിച്ചല്ലോ എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യമില്ലാതെ നമുക്കിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിരിക്കാവുന്നൊരു പടം. പക്ഷേ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം. ചിലപ്പോൾ ഇതിനേക്കാൾ ഗംഭീരമാണ്, ഇയാൾ ഈ പറയുന്ന പോലെ ഒന്നുമില്ല, സൂപ്പർ പടമാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാൻ തോന്നുമായിരിക്കും. അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.